إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألا لله الدين الخالص والذين اتخذوا من دونه أولياء ما نعبدهم إلا ليقربونا إلى الله زلفى സൂറ സുമറിന്റെ മൂന്നാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഒരു പ്രത്യേക സന്ദേശം എന്നാണ്. അല്ലാഹുവിന് പുറമെ ആരാധ്യന്മാരെ സ്വീകരിച്ചവർ അവർക്കുള്ളൊരു പ്രധാന വാദം എന്താണ്? ഈ ആരാധ്യന്മാരൊക്കെയും അല്ലാഹുവിലേക്ക് നമ്മെ ഒരു പ്രത്യേക അടുപ്പിക്കാനുള്ള കഴിവ് അവർക്കുണ്ട്. അതുകൊണ്ട് മാത്രമാണ് നാം അവരെ ആരാധിക്കുന്നത്. ഇനി ആയത്തിലേക്ക് നോക്കൂ നിങ്ങൾ. അലാ ലില്ലാഹി ദീനുൽ ഖാലിസ്, ആ നിഷ്കളങ്കമായ കീഴ്വണക്കം അത് അല്ലാഹുവിന് മാത്രമാണെന്ന് നിങ്ങൾ അറിയണം. വല്ലദീന തഖദു മിൻ ദൂനി ഔലിയാ, അല്ലാഹുവിനോട് രക്ഷകർത്താക്കളെ സ്വീകരിച്ച ഒരു കൂട്ടർ. മാ നഅ്ബുദുഹും, അവരുടെ പറച്ചിലെന്താണ്? മാ നഅ്ബുദുഹും, ഞങ്ങളവരെ ആരാധിക്കുന്നില്ല, ഈ ആരാധ്യന്മാരെ ആരാധിക്കുന്നില്ല. ഇല്ലാ ലിയുഖരിബൂനാ ഇലല്ലാഹി സുൽഫ, അല്ലാഹുവിലേക്ക് ഒരു പ്രത്യേക സമീപ്യം അല്ലെങ്കിൽ അടുപ്പിക്കാൻ വേണ്ടി അല്ലാതെ നാം അവരെ ആരാധിക്കുന്നില്ല. പരിശുദ്ധ ഖുർആൻ വ്യക്തമായ ഭാഷയിൽ നമുക്ക് വ്യക്തമാക്കി തരികയാണ്. അല്ലാഹുവിന് പുറമെയുള്ള ആരാധ്യന്മാർ അവരുടെ വിശ്വാസം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിലേക്ക് ഒരു പ്രത്യേകമായ അടുപ്പിക്കും ഈ ആരാധ്യന്മാരൊക്കെ. അതുകൊണ്ട് അവരെ ആരാധിക്കണമെന്നാണ് ഇവർ ജൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ അങ്ങനെയുള്ള ഒരു അടുപ്പിക്കാനുള്ള യാതൊരു തരത്തിലുള്ള കഴിവും അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആൾക്കാർക്ക് കൊടുത്തിട്ടില്ല. അത് എത്ര വലിയ മഹത്തുക്കളായാലും എത്ര വലിയ ശൈഖുമാരായാലും. എന്നാൽ നമ്മുടെ നാട്ടിലുള്ള സൂഫി ശിയാക്കൾ അതികഠിനമായ രൂപത്തിൽ ഇതിന്റെ വക്താക്കളായി പ്രവർത്തിച്ചു വരുന്നു. ഖബറിൽ കിടക്കുന്നവർക്ക് നിങ്ങൾ പ്രത്യേക തരത്തിലുള്ള നേർച്ച വഴിപാടുകളും അവരോട് പ്രാർത്ഥന നടത്തുകയും ചെയ്യുകയാണെങ്കിൽ അല്ലാഹുവിലേക്ക് നിങ്ങളെ പ്രത്യേകമായി അവരടുപ്പിക്കുന്നതാണ്, നിങ്ങളെ രക്ഷപ്പെടുത്തുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം അവർ ശുപാർശ ചെയ്തുകൊണ്ടും പലതരത്തിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ടും അല്ലാഹു നിങ്ങൾക്ക് നേടിത്തരുമെന്നുള്ള ഒരു വികല വിശ്വാസമാണ് നമ്മുടെ നാട്ടിൽ പഠിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഇതൊന്നും നിരർത്ഥകമാണെന്നാണ് അല്ലാഹുവിന്റെ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അല്ലാഹുവിലേക്ക് അങ്ങനെയുള്ള പ്രത്യേക അടുപ്പിക്കാൻ വേണ്ടി അല്ലാഹു ആരെയും നിയോഗിച്ചിട്ടില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന വ്യക്തമായ സന്ദേശം. അത് ഉൾക്കൊണ്ടുകൊണ്ട് സത്യത്തിന്റെ പാതയിൽ നിലകൊള്ളുന്ന യഥാർത്ഥ മുസ്ലിമീങ്ങളായി ജീവിച്ചു മരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സത്യം സത്യമായി മനസ്സിലാകുന്ന സജ്ജനങ്ങൾ നമ്മെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.